ഹായ് ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെളുത്തുള്ളി അച്ചാറാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വെളുത്തുള്ളി അച്ചാറിന് ഇത്ര ടേസ്റ്റ് ആണെങ്കിലും നമുക്ക് വെളുത്തുള്ളി ക്ലീൻ ചെയ്യുന്ന കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആക്കിയിട്ട് ചെയ്യാവുന്നതുകൂടി ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ വെളുത്തുള്ളി ക്ലീൻ ചെയ്യുന്നതുകൂടി കാണിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ആദ്യം നമുക്ക് വെളുത്തുള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആ വെളുത്തുള്ളി ഫുള്ളായിട്ട് തന്നെ ഇടാതെ ഇതേപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നമ്മളൊന്ന് കുതിർത്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ അരമണിക്കൂർ ഇത് കുതിർത്ത് വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് ഇതേപോലെ കൈകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ സാമ്പാർ ഉള്ളിയൊക്കെ ഇതേപോലെയാണല്ലോ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണല്ലോ എടുക്കുന്നത്. അതേപോലെ തന്നെ ഈ വെളുത്തുള്ളി നമുക്ക് എടുക്കാം. അല്ലാതെ നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ കൈക്കൊക്കെ നല്ല പുകച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല, ഒന്ന് അരച്ചിട്ട് നമുക്ക് സൈഡിൽ മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് പിക്കിൾ ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഇതേപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു 250 ഗ്രാം പിക്കിളാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചതയ്ക്കാതെ വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ അരച്ചെടുക്കുന്നതുകൊണ്ട് നമ്മുടെ പിക്കിളിന് നല്ലൊരു തിക്ക് ഗ്രേവി ആയിരിക്കും. ഇനി നമുക്ക് ആ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ചേർത്തിട്ടൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എൻ്റെ ഒരു കളറൊന്ന് മാറി ഒന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പിക്കിളാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റുമാണ്. ഇത് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആവും. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അടുത്തത് ഞാനിവിടെ ഉലുവാപ്പൊടിയും പിന്നെ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടുന്ന ഉപ്പൊന്ന് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഈ സമയത്ത്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഉപ്പ് വേണമെന്നാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഉപ്പിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിതിൽ ലാസ്റ്റ് ചേർക്കുന്നത് വിനാഗിരിയാണ്. നമ്മുടെ ഈ പിക്കിളിൽ ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, വിനാഗിരി മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വിനാഗിരി കൂടി ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കും. ഈ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള പിക്കിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.